മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തൃശൂരിൽ നിന്നും തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് തുടരുന്നു. പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. സമരം ഒത്തുതീർപ്പാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച. കുന്നംകുളം പാറേമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധത്തിനിടയാക്കുന്നു. നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. നാളെയാണ് വോട്ടെടുപ്പ്. UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്വതന്ത്രൻ ഡോക്ടർ പി സരീൻ, NDAയുടെ സി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പാലക്കാട്ടെ 1,94,706 വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. ആകെ വോട്ടർമാരിൽ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 2,445 പേർ 18-19 വയസ്സുകാരും 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. തൃശൂരിൽ നിന്നും തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് തുടരുന്നു. ശക്തൻ ബസ് സ്റ്റാൻഡിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി ബസ് തൊഴിലാളികൾ തൃശൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി. സമരം ഒത്തുതീർപ്പാക്കാൻ കളക്ടർ ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം 2ാം ദിവസമായതോടെ മേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. മാസങ്ങളേറെയായി തുടരുന്ന സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണം കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ യാത്രക്കാർക്ക് സമ്മാനിക്കുന്ന കഷ്ടപ്പാട് ചെറുതല്ല. ഇതിനിടയിലാണ് ഇരുട്ടടി പോലെ സ്വകാര്യ ബസ് സമരം. സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സമയക്രമം പാലിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കുന്നംകുളം പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. അപകടത്തിൽ 2 അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു. ഇവരിൽ 2 പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു. അപകട വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് റേഷൻ കട ഉടമകൾ ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് റേഷൻ കട ഉടമകൾ കടകൾ അടച്ചിടുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകുക, കോവിഡ് കാലത്ത് നൽകിയ കിറ്റ് കമ്മീഷൻ പൂർണ്ണമായും വിതരണം ചെയ്യുക, ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവകാല ഭത്ത വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ വ്യാപാരികൾ ധർണ നടത്തും. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ കണ്ടെത്തൽ. വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷണത്തിനായി 2019 പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചിറയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിലെ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ്. പാലത്തിന്റെ വീതി കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ആറ്റത്ര, കോട്ടപ്പുറം, കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാന പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗമാണ് മുട്ടിക്കൽ പാലം. അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. കിഫ്ബിയുടെ 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 17 ലക്ഷം രൂപയാണ് മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരിക്കുന്നത്.
കാർഷിക മേഖലയായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ, ആറ്റത്ര പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്തുകയെന്നതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ. പദ്ധതിയിൽ മാറ്റം വരുത്തി ചീർപ്പ് തടയുണ്ടാക്കാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഇതിനു വേണ്ട ഗുണം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസം എടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളത്തേരി, ആദൂർ, നീണ്ടൂർ പാടശേഖരത്തിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളി. വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലാണ് വൻതോതിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിട്ടുള്ളത്. തടയണയുള്ളതിനാൽ മാലിന്യം ഒഴുകിപ്പോയിട്ടില്ല. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. വെള്ളത്തിന് നിറവ്യത്യാസവും ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികൾ കാലുകളെ കഴുകുവാനിറങ്ങുന്ന തോടാണ് ഇത്. മാലിന്യം കരാറെടുക്കുന്ന മാഫിയ സംഘമാണ് ഇതിന് പുറകിലെന്നും പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. കോൺഗ്രസിലെ ലീന ഡേവിസ് രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ഉപാധ്യക്ഷയെ തെരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിലെ തന്നെ എ വിഭാഗത്തിലെ വനജ ദിവാകരനായിരിക്കും ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. CPM-ലെ സിന്ധു രവിയെ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയാക്കും. UDF-ന് 8ഉം LDF-ന് 5ഉം അംഗങ്ങളാണ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. തുടർച്ചയായി 5 വർഷവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഐ ഗ്രൂപ്പിലെ ലീന ഡേവിസിനെയായിരുന്നു DCC നേതൃത്വം അംഗീകരിച്ചിരുന്നത്. എന്നാൽ വാക്കാൽ ധാരണയുണ്ടെന്ന് അവകാശപ്പെട്ട് വികസനകാര്യ സമിതി ചെയർമാൻ PK ജേക്കബ് രംഗത്ത് വരികയും വനജ ദിവാകരനെ ഉപാധ്യക്ഷയാക്കണമെന്ന് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഒടുവിൽ DCC പ്രസിഡന്റ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ സിറാജുദ്ദീൻ ആയിരിക്കും വരണാധികാരി. പുതിയ ബുള്ളറ്റിന്റെ തകരാർ പരിഹരിക്കാതെ വന്നപ്പോൾ കോടതി വഴി നീതി ലഭ്യമാക്കിയ ജോയ് 10 വർഷം കേസ് നടത്തിയാണ് ജോയ്ക്ക് നീതി ലഭിച്ചത്. പുതുതായി വാങ്ങിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തകരാറിലായപ്പോൾ 10 വർഷം ഷെഡിൽ നിർത്തി കേസ് നടത്തിയാണ് ജോയ് അനുകൂല വിധി നേടിയത്. 2014 ഒക്ടോബറിൽ വാങ്ങിയ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ തകരാർ കണ്ടെത്തിയിരുന്നു. ഓടിച്ചു വരുമ്പോൾ തന്നെ വണ്ടിക്ക് വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം പരാതിയായി ഉന്നയിച്ചപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയാൽ ശരിയാകുമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് 1600 കിലോമീറ്ററോളം ഓടിച്ച ശേഷവും തകരാർ പരിഹരിക്കാതെ വന്നപ്പോഴാണ് ജോയ് മാതിരപ്പള്ളി രേഖകൾ സഹിതം തൃശൂർ ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് CT സാബു പ്രസിഡന്റായ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പരാതിക്കാരന് അനുകൂലമായ വിധി പറഞ്ഞത്. വണ്ടിയുടെ വിലയും നഷ്ടപരിഹാരവും ചെലവും സഹിതം 2,50,000 രൂപ നൽകാനാണ് വിധിയുണ്ടായത്. വണ്ടി എടുക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര വൈബ്രേഷനാണ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഷോറൂമിലേക്ക് വെച്ച് പറയുമ്പോൾ കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ എൻജിൻ സീറ്റിംഗ് ആകുമ്പോൾ ശരിയാവും തോന്നുന്നു. അതുകൊണ്ട് നമ്മളന്ന് ഉപഭോക്താവിന് കേസ് കൊടുത്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോടതി വിധിയായി. വണ്ടിയുടെ വിലയും 50,000 നഷ്ടപരിഹാരം, 25,000 കേസിൻ്റെ, പിന്നെ 9% ഇൻട്രസ്റ്റും, 10 കൊല്ലത്തെ 9% ഇൻട്രസ്റ്റും. അനുകൂല വിധിയുണ്ടായതോടെ ജോയ് തന്റെ ഇഷ്ടവാഹനമായ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ഷെഡിൽ നിന്ന് ഇറക്കി വെച്ചു. കമ്പനി വാഹനം തിരിച്ചെടുത്ത് പണം നൽകുമെന്നാണ് ജോയ് മാതിരപ്പള്ളി പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, മാള. 3 ദിവസം നീളുന്ന ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടകരയിൽ തുടക്കമായി. ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS ബീന, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകരയിലെ GLPS സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായുള്ള 8 വേദികളിലാണ് കലോത്സവം അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1500ഓളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കാളമുറിയിൽ നടന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, TV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ മുന്നൊരുക്കങ്ങൾ
താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാചരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തുറയിൽ ഉദ്ഘാടനം ചെയ്തു. VK പ്രദീപ്, രാമൻ നമ്പൂതിരി, MB സജീവ്, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ 50ാമത് ദേശവിളക്ക് മഹോത്സവവും സുവർണ ജൂബിലി ആഘോഷവും നാളെ മുതൽ 23 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുവർണ ജൂബിലി മഹാസമ്മേളനം ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിക്കും. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് TK സുധി, സെക്രട്ടറി MD അശോക് കുമാർ, ചെയർമാൻ TV ഷൺമുഖൻ, ലക്ഷ്മണൻ, സായൂജ് ഈശ്വരമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മാള അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിൽ വിശുദ്ധ ക്രിസ്തുരാജാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് നാളെ കൊടിയേറും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച അമ്പുതിരുനാൾ ആഘോഷിക്കും. SKSSF നാട്ടിക മേഖല സർഗലയം വാടാനപ്പള്ളി ദാറുൾ അമാൻ വിമൻസ് കോളേജിലും തെക്കേ മഹല്ല് ഗ്രൗണ്ടിലുമായി നടന്നു. മഹല്ല് മുഖ്യ രക്ഷാധികാരി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പതാക ഉയർത്തി. 300ഓളം കലാപ്രതിഭകൾ 6 വേദികളിലായി മാറ്റുരച്ചു. വാടാനപ്പള്ളി ഉമർ ഖാളി യൂണിറ്റ് ഓവറോൾ കിരീടം സ്വന്തമാക്കി. പൊതുസമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, ഫൈസൽ കിഴക്കേതിൽ, ഹാരിസ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ വിഭാഗമുണ്ട്. ജനറൽ വിഭാഗത്തെ തന്നെ 5ഓ 6ഓ കാറ്റഗറിയായി തിരിച്ചു. കിഡ്ഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ, അങ്ങനെ 5 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഓരോ ആളുകളുടെയും കുട്ടികളുടെയും ഒക്കെ പ്രായത്തിനനുസരിച്ചാണത് ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മണലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കാരമുക്കിൽ അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PA ജോഷി ഉദ്ഘാടനം ചെയ്തു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KG വാസുദേവൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് ചക്കാമടത്തിൽ, CS സംഗീത, KG പ്രേംലാൽ, CR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. നാടിനെ വിറപ്പിക്കുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. 2023 കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാകുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. 2023 മോഷണ പരമ്പരകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പോലീസ് തുടരന്വേഷണം നടത്തിയെങ്കിലും ഇതിനകം കവർച്ച സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയിരുന്നു. അടുത്തിടെ മധ്യ കേരളത്തിൽ കുറുവ സംഘം തമ്പടിച്ചതായി വ്യക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശത്തും ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. പച്ചമരുന്ന് കച്ചവടം, ആക്രിപെറുക്കൽ, ഭിക്ഷാടനം തുടങ്ങിയവയുടെ മറവിലാണ് കുറുവ സംഘം തമ്പടിക്കാറുള്ളത്. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തൊഴിൽ ചെയ്ത് കഴിയുന്ന ഇതര സംസ്ഥാന സംഘങ്ങളിൽ നുഴഞ്ഞുകയറിയും കവർച്ചക്കാർ ഒളിച്ചു കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരമാണ്. പുതിയ സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ഹൈവേ വികസനത്തിന്റെ മറവിൽ കോട്ടോൽ കുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് കുന്നിനു മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. മണ്ണുമാന്തി യന്ത്രം കയറിയതോടെ കുന്നിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തകരുകയും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരാറിലാകുകയും ചെയ്തു. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങളാണ് കോട്ടോൽ കുന്നിൽ മുകളിൽ താമസിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കുന്നിലേക്കെത്തി. ഹൈവേ വികസനത്തിന് കോട്ടോൽ കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ല എന്ന വാദം മണ്ണെടുപ്പ് കുന്നിന് നാശത്തിന് വഴിയൊരുക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. കുന്നിൻ മുകളിലും താഴെയുമായി 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലപ്പഴക്കത്തിൽ ക്ഷയിച്ച വീടുകളാണ് ഇവരുടെ താമസം.
പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസമായി നടന്നുവരുന്ന പരിഹാരക്രിയകൾ കലശാഭിഷേകത്തോടെ സമാപിച്ചു. പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി, ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 46ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിര അനുസ്മരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വിനോദ് മാടവന, NM വിനീഷ്, അൽഫോൺസ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബെഫി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനിത, കേരള ബാങ്ക് വർക്കിംഗ് പ്രസിഡന്റ് രമേശ്, B സ്വർണകുമാർ, CD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ശാപമോക്ഷം. നിരവധി വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് തന്നെ ഈ വാഹനങ്ങൾ കൂട്ടിയിട്ടത് കാരണം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളടക്കം പുറത്തുവെക്കേണ്ട അവസ്ഥയായിരുന്നു. ലേലം ചെയ്തതിനെ തുടർന്ന് വാഹനങ്ങൾ ഇവിടെ നിന്നും നീക്കി തുടങ്ങി. ഇതോടെ സ്റ്റേഷന്റെ കോമ്പൗണ്ട് ഏതാണ്ട് വൃത്തിയായി. കൊച്ചിൻ പാലത്തിന് സമീപത്തുള്ള വാഹനങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ പാടത്തിരുന്നുള്ള മദ്യപാനം കർഷകർക്ക് ദുരിതമാകുന്നു. പറപ്പൂക്കര കോന്തിപുരം പാടത്ത് കർഷകർക്കാണ് ദുരിതാവസ്ഥ. മദ്യപാനികളുടെ ഇടത്താവളമായി മാറുകയാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ കോന്തിപുലം വെസ്റ്റ് ധനുക്കുളം പാടശേഖരങ്ങൾ. തൊട്ടടുത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യവും ബിയറും വാങ്ങി പാടത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് കുടിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികളാണ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ദുരിതമാകുന്നത്. പാടത്ത് നിലമൊരുക്കാനെത്തുന്ന കർഷകരുടെ കൈകാലുകളിൽ ചില്ല് കയറി മുറിവേൽക്കുന്നത് പതിവായിരിക്കുകയാണ്. 2 വർഷത്തിലേറെയായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി കർഷകർ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. രാത്രികളിലാണ് മദ്യപാനികൾ പാടശേഖരത്തിലെത്തുന്നത്. ഇരുട്ട് വീണാൽ ഹെക്ടർ കണക്കിന് വരുന്ന പാടത്തിന്റെ പലയിടങ്ങളിലും പാതയോരത്തും മദ്യപ സംഘങ്ങളെ കാണാം. കുടി കഴിഞ്ഞ് കുപ്പികൾ പൊട്ടിച്ച് പാടത്തേക്ക് എറിയുകയാണ് പതിവ്. ഒരാഴ്ചയോളമായി നിലമൊരുക്കാൻ പാടത്തിറങ്ങിയ നിരവധി കർഷകർക്കാണ് ചില്ല് തറച്ച് പരിക്കേറ്റത്. 100 കണക്കിന് ചില്ലുകുപ്പികളാണ് തൊഴിലാളികൾ പാടത്തു നിന്നും കണ്ടെത്തിയത്. പാടത്തു നിന്നും മദ്യപാനികളെ തുരത്താൻ പോലീസ് ഇടപെടണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിൽ സ്റ്റേജ് വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തി. അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർ ഹോണുകളുടെ ഉപയോഗം, അനധികൃത ലൈറ്റുകളുടെ ഉപയോഗം, ബസ് ജീവനക്കാരുടെ യൂണിഫോം, നെയിം ബാഡ്ജ്, ഡെസ്റ്റിനേഷൻ ബോർഡുകൾ ശരിയായി പ്രദർശിപ്പിക്കാത്തത്, അപകടകരമായ ഡ്രൈവിംഗ്, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്തത് എന്നീ നിയമലംഘനങ്ങളെയാണ് പരിശോധിച്ച് നടപടിയെടുത്തത്. 210 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. 4,17,200 രൂപ പിഴ ചുമത്തി. RTO MK ജയേഷ് കുമാർ, എൻഫോഴ്സ്മെന്റ് RTO KB സിന്ധു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ആംബുലൻസിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. നവംബർ 7-നാണ് പെരുമ്പിലാവിന് സമീപം ആംബുലൻസിന് മുന്നിൽ അപകടകരമായി കാർ ഓടിച്ച് തടസ്സം സൃഷ്ടിച്ചത്. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി. വാഹന ഉടമയിൽ നിന്നും ഡ്രൈവറിൽ നിന്നും വിശദീകരണം തേടി. ഗുരുതരമായ നിയമലംഘനം ബോധ്യപ്പെട്ടതിനാൽ വടക്കാഞ്ചേരി സ്വദേശിയായ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എടപ്പാൾ ഡ്രൈവർ ട്രെയിനിംഗ് സെന്ററിൽ ഡ്രൈവിംഗ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. വിവാദമായ ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ മാറ്റിസ്ഥാപിച്ചു. കോയമ്പത്തൂരിലെ പ്ലാന്റിൽ നിന്നും എത്തിച്ച് ആണ് പുകക്കുഴൽ ഘടിപ്പിച്ചത്. ബ്ലോവറും ഇതിന്റെ പൈപ്പുകളും ഘടിപ്പിച്ച് ഈ ആഴ്ചയിൽ തന്നെ ക്രിമിറ്റോറിയം പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. ഒക്ടോബർ 3-നായിരുന്നു കാലപ്പഴക്കത്താൽ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. ഇതോടെ നഗരസഭയുടെ ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ മൃതസംസ്കാരങ്ങൾ മുടങ്ങി. നഗരസഭാ പ്രദേശത്തെ മൃതദേഹങ്ങൾ മേലൂർ, കൊരട്ടി പഞ്ചായത്തുകളിലെ ക്രിമിറ്റോറിയങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയായിരുന്നു.
ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്ക് ആഘോഷിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സ് IG K സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി. വിളക്കാഘോഷത്തിന്റെ 9ാം ദിവസമായ ഇന്ന് GG കൃഷ്ണയ്യർ വക വിളക്കാഘോഷിക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നെല്ലൂർ PS ബാലമുരുകൻ, PS സാരംഗൻ എന്നിവർ നാഗസ്വര കച്ചേരി അവതരിപ്പിക്കും. പൂവത്തൂർ മേഖലയിൽ അജ്ഞാത ജീവിയുടെ കടിയേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. പൂവത്തൂർ സ്വദേശി പെരിങ്ങാട് മണി, ഭാര്യ ഇന്ദിര എന്നിവർക്കാണ് കുറുനരി എന്ന് സംശയിക്കുന്ന ജീവിയുടെ കടിയേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ മുല്ലശ്ശേരി പറമ്പൻതളി ക്ഷേത്ര പരിസരത്തും പൂവത്തൂർ മുള്ളന്തറ പള്ളിക്ക് സമീപവും കഴുതപ്പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് നിരവധി തെരുവു നായ്ക്കളെയും പൂച്ചകളെയും ജീവി ആക്രമിച്ചതായും നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അജ്ഞാത ജീവിയെ കണ്ടെത്താനായില്ല. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നടന്നു. ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പുന്നയൂർ ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെയും ചാവക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനവും ചേറ്റുവ രാമു കാര്യാട്ട് സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഡിസംബറിൽ നടത്താൻ തീരുമാനമായി. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കാനും MLA നിർദ്ദേശം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തൃശൂരിൽ നിന്നും തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റോട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് തുടരുന്നു. പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. സമരം ഒത്തുതീർപ്പാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച. കുന്നംകുളം പാറേമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. അപകടം. 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾ ഇന്ന് കടകൾ അടച്ച് പ്രതിഷേധിക്കുന്നു. സർക്കാർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. എരുമപ്പെട്ടി മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു. നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് കിഫ്ബിയുടെ വിലയിരുത്തൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.